ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭജികയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. മരണം കൊലപാതകമെന്ന് കരുതുന്നു. കൃത്യമായ അന്വേഷണം ഉറപ്പാക്കണം. മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ സമ്മതിക്കരുത് എന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, ഈ വിഷയത്തിൽ, ഈ കേസിൽ സംസ്ഥാന പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്? ലക്ഷ്മി, വിഭജികയുടെ മാതൃ സഹോദരിയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇവരുടെ ആവശ്യപ്രകാരം ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തണം. ഷാർജയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ഈ കുട്ടി വിഭജിക ക്രൂരമായ മർദ്ദനത്തിനിരയായിരുന്നു എന്ന കാര്യങ്ങളിൽ ചില തെളിവുകളുണ്ട്. കുടുംബത്തിന് അത്തരം അറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് പോകണം. കൂടാതെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി വേണം. അവിടെ സംസ്കരിക്കരുത്. അത്തരം കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കണം. അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ വേണം. അതോടൊപ്പം തന്നെ ഹൈക്കോടതി തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മാതൃ സഹോദരി കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. വളരെ ദുഃഖകരമായ സംഭവമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച്. ഇത്തരത്തിലൊരു ക്രൂരമായ പീഡനത്തിനിരയായാണ് പെൺകുട്ടിയും കുഞ്ഞും മരിക്കുന്നത്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തണമെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ഭർത്താവിന്റെ ഭാഗത്തുനിന്നും വീട്ടുകാരുടെ ഭാഗത്തുനിന്നും പീഡനങ്ങൾ ഏറ്റിരുന്നു എന്നതിന്റെ തെളിവുകൾ ഈ കുടുംബത്തിന്റെ കൈവശം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം കൃത്യമായി നടത്തേണ്ടതുണ്ട്. അതിന് ഹൈക്കോടതി ഇടപെടണം എന്ന ആവശ്യമാണ് ഇവർ ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ നാളെ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കോടതി ഏതെങ്കിലും തരത്തിൽ ഇടപെടുമോ എന്ന കാര്യത്തിലാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഷപ്ന, ഇതിനകത്ത് ഷാർജയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ വിഭജിക കുഞ്ഞിനെ കൊന്ന് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് കരുതപ്പെടുന്നത്. അവിടെ ഷാർജ പോലീസ് ഏത് തരത്തിലാണ് ഈ സംഭവത്തെ കൈകാര്യം ചെയ്യുന്നത്? അവിടെ കേസ് എടുക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കുടുംബാംഗങ്ങളെ അതിൽ തന്നെ ആ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ വിഭജിക ഒന്നാം പ്രതി ഇന്നയാൾ, രണ്ടാം പ്രതി ഇന്നയാളെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ അച്ഛൻ്റെയും നാത്തൂൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞിട്ട്. അപ്പോൾ അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടോ അവിടെ പോലീസ്? അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ഷാർജ പോലീസ് ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം UAE-യിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹൈക്കോടതി ഇടപെട്ടാൽ മാത്രമേ കുടുംബത്തിന് നീതി ലഭിക്കുകയുള്ളൂ. ഈ വിഭജികയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരത സംബന്ധിച്ച് നിരവധി തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ നിരവധി കാര്യങ്ങൾ ഇവർക്ക് അറിയാമായിരുന്നു, ഈ കുടുംബത്തിന് അറിയാമായിരുന്നു. എന്നാൽ കൃത്യമായ ഒരു വിവരം ഇപ്പോൾ UAE-യിൽ നിന്ന് ഈ കുടുംബത്തിന് ലഭിക്കുന്നില്ല. ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിലെ അന്വേഷണം നടത്തുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയില്ലാത്തതിനാൽ ഹൈക്കോടതി തന്നെ ഇതിൽ നിർദ്ദേശം നൽകണം. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിലും വ്യക്തത വേണം. അത്തരം കാര്യങ്ങളിലൊന്നും കുടുംബത്തിന് ഇപ്പോൾ കൃത്യമായൊരു ഉത്തരം ലഭിക്കുന്നില്ല എന്നാണ് ഈ മാതൃ സഹോദരിയുടെ ഹർജിയിൽ പറയുന്നത്. തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. വിഭജികയുടെ കുടുംബമാണിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിഷയത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. അതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണം എന്നുള്ളതാണ് വിഭജികയുടെ അമ്മയുടെ സഹോദരിയുടെ ഹർജിയിൽ പറയുന്നത്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.